1980-കളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തുമ്പോൾ അന്ന് പാർട്ടി നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ബദൽ രേഖയായിരുന്നു എന്നത് പ്രേക്ഷകർക്കറിയാം. ആ ബദൽ രേഖയൊരുക്കിയ പാർട്ടിയിലെ തന്നെ സഖാക്കൾക്കെതിരെ യുദ്ധം നടത്തി ഒടുവിൽ താനും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും നിർദ്ദേശിച്ചതുപോലെ പാർട്ടിയെ ഇഴയെടുപ്പം ചോർന്നുപോകാതെ 1987 അന്ന് എം വി രാഘവൻ പാർട്ടി വിട്ടിട്ടും ഉലയാതെ പാർട്ടിയെ ലക്ഷ്യത്തിലേക്ക് നയിച്ച നേതാവിന്റെ പേരാണ് VS. പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ VSനെ ഏൽപ്പിക്കുന്നതിന് ഒരു തെളിവായിരുന്നു 1988 ദേവികുളത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ VS അച്യുതാനന്ദനെ ചുമതലയേൽപ്പിക്കുന്നത്. ഒടുവിൽ റോസമ്മ പുന്നൂസിനെ ഇടുക്കിയിൽ പോയി പാർട്ടി ഉണ്ടാക്കി വിജയിപ്പിച്ച നോക്കൂ, ഇപ്പോൾ വന്നുകൂടുന്ന മനുഷ്യരെക്കാൾ വന്ന് കണ്ടുപോകുന്ന മനുഷ്യരെക്കാൾ ഇരട്ടിയിലധികം മനുഷ്യരാണ് AKG സെന്ററിന്റെ പരിസരങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതാണ് സാഗരം, ഇതാണ് കടൽ, ഇതാണ് മനുഷ്യ തീർക്കുന്ന കടൽ, ഇതാണ് സ്നേഹം തീർക്കുന്ന കടൽ, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളും ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ലാത്തവരും പാർട്ടി ഭേദമന്യേ VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിന് കേരളം നൽകുന്ന അന്ത്യയാത്രാമൊഴി. 102ാമത്തെ വയസ്സ് തികച്ചിട്ടില്ല VS. പക്ഷേ VS ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആയിരങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് ഒരു നോക്ക് കാണാൻ മാത്രമല്ല, മുഷ്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഒരിക്കൽ കൂടി VS കേട്ടില്ലെങ്കിലും കേരളക്കരയാകെ ഒരിക്കൽ കൂടി കേൾക്കാൻ, ആ വിളിയിൽ ഒരു പ്രകമ്പനമുണ്ടാകാൻ കാത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് സഹപ്രവർത്തകർ, മറ്റു പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകർ എല്ലാവരും കേരളത്തിലെ സംശുദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അന്ത്യയാത്ര കാണാൻ വേണ്ടി ഈ രാത്രിയിലും AKG സെന്ററിലേക്ക് വന്നുകൂടുന്ന കാഴ്ച, ഈ ജനസാഗരം നിങ്ങൾ നോക്കൂ. ഇത് അസാധാരണമായ കാഴ്ചയല്ലേ? കേരളത്തിൻ്റെ കാവലാണിന് കേരളം നൽകുന്ന അസാധാരണമായ യാത്രയെപ്പോലെ നിമിഷ നേരം കൊണ്ടൊരു നഗരം നിറയുന്നത് എങ്ങനെയാണ്? ആ നഗരത്തെ, ആ ജനങ്ങളെ ഇത്രയധികം സ്നേഹിച്ചിട്ടില്ലാത്ത മനുഷ്യനല്ലാതെ ആർക്കാണ് ഇത്ര വലിയ ആൾക്കൂട്ടത്തെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുക, ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുക? ആൾക്കൂട്ടത്തിൽ ജീവിക്കുക മാത്രമല്ല, ആൾക്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ കേട്ട് കുറിച്ചെടുത്ത മനുഷ്യനാണ് VS അച്യുതാനന്ദൻ. കയ്യാമം വെച്ച് നടത്തിക്കും സ്ത്രീ പീഡകരെ എന്ന് പറഞ്ഞ VS, കെടാത്ത തീയും ചാവാത്ത പുഴുകുമുള്ള നരകത്തിലേക്ക് നിങ്ങൾ പോകുമെന്ന് കേരളത്തിലെ അഴിമതി നടത്തിയ ചൂഷകരെ ശപിച്ച VS. ആ VSന്റെ അന്ത്യയാത്രയുടെ വൈകാരികമായ രംഗങ്ങളാണ് പ്രേക്ഷകർ AKG സെന്ററിന് മുന്നിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. 84 വർഷത്തിൻ്റെ സാർത്ഥകമായ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. VSന് പരിസ്ഥിതി രാഷ്ട്രീയത്തെക്കുറിച്ച് ഗഹനമായിട്ടുള്ള തത്വജ്ഞാന അറിവോ വിജ്ഞാനമോ അല്ല, പകരം നേരിട്ട ജീവിത പരിചയത്തിൽ നിന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതാണ് പരിസ്ഥിതിയോടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രൂപപ്പെടുന്നത്. മാർക്സിസ്റ്റ് എക്കോളജി എന്ന് പറയുന്ന ആശയം രൂപപ്പെട്ടിട്ടില്ല. അതിനു മുമ്പ് തന്നെ മാർക്സിസത്തിൻ്റെ ആശയ പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പരിസ്ഥിതി വിഷയങ്ങളെ കൂട്ടിയിണക്കാൻ അദ്ദേഹം കാണിച്ച രാഷ്ട്രീയ മികവ്. അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ ഏതൊക്കെയാണ്? കൂടംകുളത്തെ ആണവ നിലയം, അതുണ്ടാക്കുന്ന പരിസ്ഥിതി വിനാശകരമായ കാര്യം, എങ്ങനെയാണ് നിങ്ങളിൽ സ്ത്രീ പീഡകർ, ജെൻഡർ ഇൻഈക്വാലിറ്റി ഉണ്ടാക്കുന്നത്, സ്ത്രീ വിരുദ്ധമായ ഏത് പ്രസ്താവനയ്ക്കെതിരെയും രംഗത്ത് വരുന്ന VS അച്യുതാനന്ദനെ നമുക്ക് കാണാം. സ്ത്രീ സംരക്ഷകനായി എത്തുന്ന VS അച്യുതാനന്ദനെ കാണാം. കമ്പ്യൂട്ടറിനെ കുറിച്ചും സോഫ്റ്റ്വെയറുകളെ കുറിച്ചും പാർട്ടി ആലോചിക്കുന്ന ഘട്ടത്തിലും ആ ഓപ്പൺ സോഫ്റ്റ്വെയറിൻ്റെ സാധ്യതകളെക്കുറിച്ചും കുത്തകകളുടെ സോഫ്റ്റ്വെയറുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും കൊണ്ടുവരുന്നത് കാണാം. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, ഒപ്പം തന്നെ പാർട്ടിയുടെ സമുന്നത നേതാക്കളെല്ലാവരും AKG സെന്ററിലെത്തി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്.